കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. കോതമംഗലത്ത് കഞ്ചാവുമായി ഒരാൾ അറസ്റ്റിൽ. എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് എംപിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ മുർഷിദാബാദ് സ്വദേശി മുതുൾ എസ്കെയാണ് പിടിയിലായത്. എക്സൈസ് വകുപ്പിന്റെ ലഹരിവേട്ടയായ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കോതമംഗലത്ത് കഞ്ചാവുമായി ഒരാൾ അറസ്റ്റിൽ. എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് എംപിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കോതമംഗലം പീസ് വാലിക്ക് സമീപം 314 ഭാഗത്തു നിന്ന് വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി മുതുൾ എസ്കെയാണ് 1.305 കിലോഗ്രാം ഉണക്ക കഞ്ചാവുമായി പിടിയിലായത്. പ്രദേശവാസികളായ അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വിൽപ്പന നടത്തുന്നതിനായി കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി വിവിധ കേസുകളിലായി നിരവധി പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് എംപി പറഞ്ഞു. പ്രതി പശ്ചിമബംഗാൾ സംസ്ഥാനത്ത് മുർഷിദാബാദ് ജില്ലക്കാരനായിട്ടുള്ള മുതുൾ എസ്കെ എന്ന് പറയുന്ന ആളാണ്. അയാൾ ആ പ്രദേശത്തെ അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്ന സമയത്താണ് നമ്മൾ പിടികൂടിയിട്ടുള്ളത്. പകൽ സമയങ്ങളിൽ എക്സൈസിൻ്റെയും പോലീസിൻ്റെയും പരിശോധന വളരെ ശക്തമായി നടക്കുന്നതിൻ്റെ മൂലം അയാൾ രാത്രി ഈ കഞ്ചാവ് വിൽപ്പനയ്ക്കായി എത്തിയതായിരുന്നു. പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഓഫീസിൽ ഹാജരാക്കി കോടതിയിൽ ഹാജരാക്കുന്നതും റിമാൻഡ് ചെയ്യപ്പെടുന്നതുമാണ്. ഓപ്പറേഷൻ തണ്ടറിൻ്റെ ഭാഗമായി കഴിഞ്ഞ മെയ് ജൂൺ മാസങ്ങളിലായി കോതമംഗലം എക്സൈസ് റേഞ്ച് പാർട്ടി മാത്രം 39 NDPS കേസുകൾ കണ്ടെടുക്കുകയും 36 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. അതിൽ 4 പ്രതികൾ നിലവിലും റിമാൻഡിൽ കഴിഞ്ഞു വരുന്നതുമാണ്. പരിശോധനകളിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സിദ്ദിഖ് AE, പ്രിവന്റീവ് ഓഫീസർമാരായ VA ഷമീർ, PB ലിബു, KA റസാഖ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ PM ഉബൈസ്, VI ബിൻസാർ എന്നിവർ പങ്കെടുത്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.